മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്ക് പരാജയം. ഇന്ന് അറ്റ്ലാന്റ യുണൈറ്റഡിനോടാണ് ഇന്റർ മയാമി പരാജയപ്പെട്ടത്. ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, ബുസ്കറ്റ്സ് തുടങ്ങിയവർ തിരിച്ചെത്തിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് അറ്റ്ലാന്റ യുണൈറ്റഡ് ഇന്റർ മയാമിയെ തോൽപ്പിച്ചത്. മത്സരത്തിൽ ലയണൽ മെസ്സിയാണ് ഇന്റർ മയാമിക്കായി ലക്ഷ്യം കണ്ടത്. ഇന്റർ മയാമിയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനം അറ്റ്ലാന്റ യുണൈറ്റഡ് സഭയിലൂടെ ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ 59-ാം മിനിറ്റിൽ സഭ തന്നെ അറ്റ്ലാന്റയുടെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ തൊട്ടു പിന്നാലെ മെസ്സി ഒരു ഗോൾ മടക്കി. ബുസ്കറ്റ്സിൽ നിന്ന് ലഭിച്ച പന്ത് ബോക്സിന് പുറത്തു നിന്ന് മനോഹരമായ ഷോട്ടിലൂടെ മെസ്സി വലയിലെത്തിച്ചു. ഈ ഗോളോടെ ഇന്റർ മയാമി തിരിച്ചെത്തിയെങ്കിലും 73-ാം മിനിറ്റിൽ ജമാൽ ദൈരെ അറ്റ്ലാന്റ യുണൈറ്റഡിന് 3-ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 61% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഇന്റർ മയാമിയായിരുന്നു. 12 ഷോട്ടുകളാണ് ഇന്റർ മയാമി തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 632 പാസുകൾ 90% കൃത്യതയോടെ ഇന്റർ മയാമി പൂർത്തിയാക്കി. 23 ഷോട്ടുകളാണ് അറ്റ്ലാന്റ യുണൈറ്റഡ് തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. പരാജയപ്പെട്ടെങ്കിലും ഇന്റർ മയാമി MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 17 കളികളിൽ 34 പോയിന്റാണ് ഇന്റർ മയാമിക്കുള്ളത്. ഇനി ജൂൺ 2-ന് സെന്റ് ലൂയിസിനെതിരായാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.